എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, അവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും സ്വീകരിക്കുക, അവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും അവരെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസിനേക്കാളും കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, then this video is for you. Because today I'll be talking about some tips which will help you to stop seeking validation, മറ്റുള്ളവരുടെ വാലിഡേഷൻ സീക്ക് ചെയ്ത് നിർത്താനും ആൻഡ് ഇൻ ദി പ്രോസസ് സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. So the first step is understanding the difference between fragile self-esteem and internal self-worth. ഫ്രജൈൽ സെൽഫ് എസ്റ്റീം, ഇന്റേണൽ സെൽഫ് വർത്ത്, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഫ്രജൈൽ സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ സീക്ക് ചെയ്യുക, എപ്പോഴും മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ആര് വേണമെങ്കിലോ, ഫാമിലി, ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നല്ല, ഡിപ്പെൻഡ് ചെയ്യണം, പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം. അതാണ് ഫ്രജൈൽ സെൽഫ് എസ്റ്റീം. ഇന്റേണൽ സെൽഫ് വർത്ത് മീൻസ് പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്. ഇപ്പം നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും നിങ്ങൾ നല്ലൊരു കാര്യമായിട്ട്, ഒരു റീസൺ, ഒരു സെൽഫ് വർത്തിൻ്റെ ഒരു നിങ്ങൾ വേർത്തിയാണ്, നിങ്ങൾ എല്ലാത്തിനും വേർത്തിയാണ്. യു ക്യാൻ ഹാവ് ഗുഡ് തിങ്സ്, യു ക്യാൻ ഹാവ് ദി ബെസ്റ്റ് തിങ്സ്, യു ആർ വേർതി ഓഫ് എവറിതിങ് ദാറ്റ് അതർ പീപ്പിൾ ഓൾസോ ഹാവ്. ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇന്റേണൽ സെൽഫ് വർത്ത്. സോ ഫ്രജൈൽ സെൽഫ് എസ്റ്റീം കുറയ്ക്കാനുള്ള മെയിൻ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് തന്നെ ഒന്ന് വിലയിരുത്തുക, ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസിന് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സെൽഫായിട്ട് തന്നെ പ്രോമിസ് ചെയ്യുന്ന കാര്യം അത് ചെയ്യുക, അത് മാറ്റി വെക്കാതെ അത് തന്നെ ചെയ്യുക. നിങ്ങൾ ദ തിങ് യു പ്രോമിസ് യുവർ സെൽഫ്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യുവാണെങ്കിൽ പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് തന്നെയുള്ള പ്രോമിസ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലേൺ ടു കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്, ദെൻ കീപ് പ്രോമിസസ് ടു അതേഴ്സ് അറൗണ്ട് യു. മിക്ക ആൾക്കാർ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് സ്വന്തമായിട്ടൊരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെൽഫായിട്ടൊരു ക്യാരക്ടർ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ ഭാവിയിലും എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് അവസാനം എക്സോസ്റ്റഡ് ആവും, അവസാനം ബേൺ ഔട്ട് ആവും. അതിനേക്കാളും നല്ല നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളുടെ ഫോക്കസ് ചെയ്ത് നിങ്ങളാണ് ലൈക്ക് എവറിതിങ്, ലൈക്ക് തിങ്ക് ലൈക്ക് ദാറ്റ് യു ആർ എവറിതിങ് ടു യു. കാരണം ആരും ഇപ്പം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങളെ കാണണമെന്നില്ല. സോ ടു സം അപ്പ്, prioritize yourselves. The next thing is understand that you are living someone else's life. നിങ്ങൾ ഈ വേൾഡിലോട്ട് വന്നത് നിങ്ങളായി ജീവിക്കാനാണ്, നിങ്ങൾ മാത്രമായിട്ട് നിങ്ങളായിട്ട് ജീവിക്കാനാണ്. അതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കാൻ പോകും, മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വിൽക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫാണ് ജീവിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഒരാളോട് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ അവരുടെ ഒപ്പീനിയനാണ് പറയുന്നത്. അവരുടെ ഒപ്പീനിയൻ അവരുടെ ലൈഫിൽ ചെയ്യുന്നതാണ്. സോ അവരുടെ ഒപ്പീനിയൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ അവരുടെ ലൈഫാണ് ലിവ് ചെയ്യുന്നത്. അവരുടെ ലൈഫ് ലിവ് ചെയ്യുന്നു, നിങ്ങളും അവരുടെ ലൈഫ് തന്നെ ലിവ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഇല്ലാതാകുകയാണ്. കാരണം അവരല്ല നിങ്ങളല്ല അവർക്കറിഞ്ഞൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ബാറ്റിൽസ്, യുവർ ഹാർഡ്ഷിപ്സ്, യുവർ ഹാപ്പിനെസ്, യുവർ സാഡ് ഡേയ്സ്, യുവർ ഹാപ്പി ഡേയ്സ് അവർക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അവരുടെയും അറിഞ്ഞൂടാ. അവരുടെ ലൈഫിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ഒപ്പീനിയൻ എടുക്കുന്നതും ആ ഒപ്പീനിയനാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അവരുടെ ലൈഫ് ബേസ് ചെയ്താണ് നിങ്ങൾ ലിവ് ചെയ്യുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്. Instead, understand you know your hardships, your battles, whatever you're fighting, when you are happy, when you are sad. ഇതെല്ലാം അറിയാവുന്ന ഒരാൾ നിങ്ങളാണ്. നിങ്ങൾക്കത് അങ്ങനെ അറിയത്തില്ലെങ്കിൽ ടേക്ക് ടൈം ടു നോ യുവർ സെൽഫ്. നിങ്ങളുടെ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും നിങ്ങൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങളെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. Realize that you have come to this world to not live someone else's life. You have come to this world to live your own life. Understand that, keep that in mind and go on with your life. The next thing is form your own opinions before asking others. ഇപ്പം ഒരു കാര്യം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് അതൊരു ഡിസിഷൻ എടുക്കണം. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇപ്പം
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് റിഫർ ചെയ്യുക. പക്ഷേ ആക്സെപ്റ്റ് ഓൺലി വിച്ച് റെസനേറ്റ്സ് വിത്ത് യു. നിങ്ങളുമായിട്ട് ഒത്തുപോകും, നിങ്ങളുടെ ഡിസിഷനുമായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കട്ടെ. ഇഫ് അറ്റ് ഓൾ യു വാണ്ട് ടു ഗെറ്റ് അതേഴ്സ് ഒപ്പീനിയൻസ്, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒപ്പീനിയൻ തന്നെ എടുക്കുക, അതായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ വേണം, അതില്ലാതെ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുമായിട്ട് ഒത്തുപോകുന്ന ഒപ്പീനിയൻസ് മാത്രം എടുക്കുക. But in most cases, try to take your own opinion and go forward with that itself. Next is the most important thing, self-acceptance. ഈ സെൽഫ് ആക്സെപ്റ്റൻസ് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. വാലിഡേറ്റ് യുവർ സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് വാല്യൂയിങ് അതേഴ്സ്. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ആൻഡ് സ്റ്റോപ്പ് ലിസ്ണിംഗ് ടു അതേഴ്സ്. വേണ്ട കാര്യങ്ങളാണെങ്കിൽ കേൾക്കുക, അതർവൈസ് ആക്സെപ്റ്റ് യുവർ സെൽഫ്, ആക്സെപ്റ്റ് യുവർ ഫ്ലോസ്, യുവർ പോസിറ്റീവ്സ്, യുവർ നെഗറ്റീവ്സ്, എവറിത്തിങ്. ബിക്കോസ് യു ആർ എ പേഴ്സൺ. നിങ്ങൾ മറ്റൊരു പേഴ്സന്റെ ഒപ്പീനിയൻ എടുക്കുമ്പോഴും റിമെമ്പർ ദാറ്റ് യു ആർ എ പേഴ്സൺ. നിങ്ങളും അവരെ പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ പലർക്കും പല സിറ്റുവേഷൻസ് ആണ്. അവരുടെ സിറ്റുവേഷൻസ് ബേസ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലീവ് ചെയ്യുന്ന അവരുടെ ലൈഫല്ല, നിങ്ങളുടെ ലൈഫല്ല. അവസാനം നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി സ്വന്തമായിട്ട് ജീവിച്ചു വരുമ്പോഴത്തേക്കും ടൈം വിൽ റൺ ഔട്ട്, ടൈം വിൽ എൻഡ്. അപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ലേറ്റ് ആയിരിക്കും സമയം. കീപ് ദിസ് ഇൻ മൈൻഡ്, ട്രൈ ടു വാലിഡേറ്റ് യുവർ സെൽസ്. ഓൾ ദീസ് വിൽ in the process help you to improve your self-esteem. So see you in the next video.